ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയും. കാരണം ഇതിൽ നിന്നൊക്കെ ഒരു പൊട്ടൻഷ്യൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്ങനെ വരാറുണ്ട്? പ്രിലിമിനറി PYQ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ടേബിൾ മാതിരി കൊടുക്കും, ABCD. ഇവിടെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ CPI ഏതൊക്കെ കൊടുക്കുന്നത്? ഓൾ ഇന്ത്യ. CPI അർബൻ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ കാണിക്കുകയാണ് കേട്ടോ. CPI റൂറൽ, WPI. ഇവിടെ ഒരു ഏജൻസിയുടെ പേര് കൊടുക്കും, ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. ഇതിൽ ഏതെല്ലാം പേയേഴ്സ് ആണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ളതെന്ന് ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തറിയണം? ഓരോന്നും ഏത് ഏജൻസിയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം. ഓക്കെ അല്ലേ? ഞാൻ ഇത് നിങ്ങൾ ജസ്റ്റ് ഇതിൽ നോക്കിയിട്ട് തന്നെ ഉത്തരം പറയും എഴുതുന്നതിൽ ഏതൊക്കെ ശരിയാണ്. ഹൗ മെനി പേയേഴ്സ് ഗിവൺ ആർ കറക്റ്റ്? 1 ഓൺലി, 2 ഓൺലി, 3 പേയേഴ്സ് ഓൺലി, 4 പേയേഴ്സ് ഓൺലി. ജസ്റ്റ് ഇതായിട്ട് കമ്പയർ ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ ശരിയാണോ? CPI ഓൾ ഇന്ത്യ ആരെ പബ്ലിഷ് ചെയ്യുന്നത്? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. കറക്റ്റ് അല്ല ആദ്യത്തെ പേര്? രണ്ടാമത്തെ എന്താ? CPI അർബൻ. അർബനും ആര് തന്നെയാണ്? CSO തന്നെയാണ്. രണ്ടാമത്തെ പേരും കറക്റ്റാ. CPI റൂറൽ. CPI റൂറൽ ആരാ? CSO അല്ലല്ലോ. ആ പേര് തെറ്റല്ലേ? ഓക്കെ. ലാസ്റ്റ് വൺ WPI. ആരാണ് WPI? ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ. അവിടെ എന്താ കൊടുത്തിട്ടുള്ള? ലേബർ ബ്യൂറോ. ഏതാണ് കറക്റ്റ് ഉത്തരം? 2 പേയേഴ്സ് ഓൺലി. പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. WPI മെഷർ ചെയ്യുന്നത് ഓഫീസ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. CPI ഓൾ ഇന്ത്യ, CPI അർബൻ, CPI റൂറൽ, എവറിത്തിങ് ഈസ് പബ്ലിഷ്ഡ് ബൈ CSO. ആൻഡ് ഈ മൂന്നും ഓർത്തിരിക്കാനുള്ള എളുപ്പ പണിയുണ്ട്. ഈ മൂന്നും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലേബേഴ്സുമായി ബന്ധപ്പെട്ടതാ. CPI അഗ്രികൾച്ചറൽ ലേബർ, CPI റൂറൽ ലേബർ, CPI ഇൻഡസ്ട്രിയൽ വർക്കർ. ഇതെല്ലാം വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബറുമായി ബന്ധപ്പെട്ടതല്ലേ? വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ലേബർ ബ്യൂറോ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഓർത്തെടുക്കാൻ എളുപ്പല്ലേ? ഇതും മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിലാന്ന് അറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. കൊമേഴ്സ് അല്ലേ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. എക്കണോമിക്സ് പോട്ടെ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ടൈമാണ് എന്ത്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. WPI എന്ന് പറയുന്നത് എന്തുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ആണ്? പ്രൊഡ്യൂസേഴ്സുമായി ബന്ധപ്പെട്ട ഇൻഫ്ലേഷൻ ആണ്. സോ ഇറ്റ് ഈസ് അണ്ടർ ഓഫീസ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. WPI ആരെ പബ്ലിഷ് ചെയ്യുന്നത്? ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. CPI ഓൾ ഇന്ത്യ, CSO. GDP, CSO. CPI അർബൻ, CSO. CPI റൂറൽ, CSO. CPI അഗ്രികൾച്ചർ ലേബർ, ലേബർ ബ്യൂറോ, മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെന്റ് ലേബർ. CPI റൂറൽ ലേബർ, ലേബർ ബ്യൂറോ. CPI ഇൻഡസ്ട്രിയൽ വർക്കർ, ലേബർ ബ്യൂറോ. ഇത്രേ ഉള്ളൂ പരിപാടി. ഐഡിയ കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CPI WPI ഈ രണ്ട് ഇൻഫ്ലേഷന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ പലപ്പോഴും ഒരുപാട് വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ് CPIയും WPIയും മെഷർ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നത്? ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ നമ്മൾ ആ കമ്പാരിസണിൽ കണ്ടു. WPI എന്ന് പറയുമ്പോൾ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഗുഡ്സ് മാത്രമാണ് ഉള്ളൂ. CPI എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ഗുഡ്സും സർവീസസും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ CPIയും WPIയും തമ്മിൽ വ്യത്യാസം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് WPI ഇൻക്ലൂഡ്സ് ഓൺലി ഗുഡ്സ്, CPI ഇൻക്ലൂഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്സാമ്പിൾ പറയാലോ. WPI എന്ന് പറയുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്, സ്റ്റീല്, ഇലക്ട്രിസിറ്റി, അങ്ങനെ പല കമ്പോണന്റുകൾ ഉണ്ടാവും. എവറിത്തിങ് ഈസ് ഗുഡ്സ്. ഓക്കെ ആണോ? CPI എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണക്കാരൻ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ തരത്തിലാണ് നമ്മൾ പൈസ ചെലവാക്കാള്? നമ്മൾ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ റെന്റ് വേണ്ടി വരും അല്ലെ? റെന്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു സർവീസിനുള്ളതല്ലേ? നമുക്ക് ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടി വരും, ഫുഡ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് നമ്മൾ ഏതെങ്കിലും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ഫില്ല് ചെയ്യണം? ഫ്യൂവല് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ശരിയല്ല? അപ്പൊ നമ്മൾ ഫ്യൂവലായിട്ട് മേടിക്കുകയാണെങ്കിൽ ഗുഡ് ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അത് എന്താണ്? സർവീസസ് ആണ്. ക്ലോത്തിങ്, ഫുട്വിയർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്. സോ നമ്മളൊരു സാധാരണ ഒരു ജനത്തിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് ജീവിക്കണമെങ്കിൽ പലതരത്തിലാണ് എക്സ്പെൻഡിച്ചർ. അതിൽ ഗുഡ്സ് മാത്രമാണോ കവർ ചെയ്യുക? ഗുഡ്സും സർവീസസും കവർ ചെയ്യുന്നുണ്ട് അല്ലെ?
ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി ഗുഡ്സ് ആണ് വരുന്നുള്ളൂ. അപ്പൊ രണ്ടും തമ്മിൽ ഫണ്ടമെന്റലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അടുത്ത എക്സാമ്പിൾ പറയാം, രണ്ടും വ്യത്യാസം വരും. ഈ WPI എന്ന് പറയുന്നത് ഇന്ത്യയില് നമ്മള് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമാണ്. എന്താണ്? ഇന്ത്യയിലുള്ള ഗുഡ്സ് മാത്രമാണ് WPIയിലുള്ളൂ. നമ്മൾ ഈ വാങ്ങി ഉപയോഗിക്കുന്നത് എല്ലാം ഇന്ത്യയിൽ ഉള്ളതാവണമെന്ന് നിർബന്ധം ഉണ്ടാവും. ഇതിൽ പല ഗുഡ്സും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ്. നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന ലീവൈസിന്റെ ഒരു ജീൻസ് പാന്റ് എടുക്കുക, അല്ലെങ്കിൽ വാനൂസൈന്റെ ഒരു ജീൻസ് പാന്റ് എടുക്കുക. ഈ രണ്ട് ബ്രാൻഡും എന്തല്ല, ഇന്ത്യൻ അല്ലല്ലോ, വേറെ ഏതോ രാജ്യത്തിന്റെ ബ്രാൻഡ് അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ഇപ്പൊ നമ്മളൊരു KFC ചെന്ന് ഫുഡ് കഴിക്കാന്ന് പറയാം, KFCയുടെ ഒറിജിനൽ എന്ന് പറയുന്നത് എന്തല്ല, ഇന്ത്യൻ ബ്രാൻഡ് അല്ലല്ലോ. ഇപ്പൊ ഫുഡ്, അതേപോലെ തന്നെ ബിവറേജസ്, ഫ്യൂവല്, നമ്മൾ ഉപയോഗിക്കുന്ന സർവീസസ്, ഇത് പലതും ഇമ്പോർട്ടഡ് ആണ്. ഇതിന്റെ ഉള്ളിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? CPI എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ആണ്. WPIയില് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളൂ. ഈ രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് CPIയും WPIയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഫണ്ടമെന്റൽ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. വാട്ട് ഈസ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആൻഡ് വാട്ട് ഈസ് കോർ ഇൻഫ്ലേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും കോർ ഇൻഫ്ലേഷനും വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് അണ്ടർ CPI. WPIക്ക് ഈ ഒരു പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ ഈ CPI ഇൻഫ്ലേഷൻ നമ്മൾ എടുക്കാണ് ഏത് ഈ പറയുന്ന ടൈം അല്ലേ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻഫ്ലേഷൻ ടാർഗറ്റിന് ഉപയോഗിക്കാറ്. ഈ CPI ഓൾ ഇന്ത്യ നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഒരുപാട് സാധനങ്ങൾ എഴുതിയതിൽ കൂടുതൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് രണ്ട് കാറ്റഗറി ഓഫ് ഐറ്റംസ്. ഏതൊക്കെയാ? ഫുഡ് ആൻഡ് ഫ്യൂവൽസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോ കുറെ കാര്യങ്ങൾ എഴുതി. എഡ്യൂക്കേഷൻ, നിങ്ങളിപ്പോ എഡ്യൂക്കേഷന് ലോൺ അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോളേജിൽ ഫീസ് അടയ്ക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ അതിന്റെ എമൗണ്ട് കാര്യമായിട്ട് വേരി ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിലേക്കല്ലേ നമ്മൾ ആ ഫീസ് അടയ്ക്കുന്നത്. കറക്റ്റ് അല്ലേ? മറിച്ച് നിങ്ങൾ മേടിക്കുന്ന ഭക്ഷണം, വീട്ടിലേക്ക് വല്ല അരിയോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡെയിലി അതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ പെട്രോള്, നമ്മൾ ഇന്ന് അടിക്കാൻ ചെല്ലുന്ന പൈസ ആയിരിക്കില്ല പെട്രോളിന് നാളെ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ അല്ലെ. എപ്പോഴും ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ ഡെയിലി ചേഞ്ച് വരുന്ന രണ്ട് കാറ്റഗറിയാണ് നമ്മൾ ഈ പറഞ്ഞതിലുള്ള CPIയിൽ. ആരൊക്കെയാ? ഫുഡും ഫ്യൂവലും. നമ്മുടെ CPIയുടെ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ CPIയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എന്തെന്നാണ് പേര് വിളിക്കുക? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇനി CPIയുടെ ബാസ്ക്കറ്റിൽ നിന്ന് രണ്ട് പേര് CPIയിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിൽ നിന്ന് രണ്ട് കാറ്റഗറിനെ ഞാൻ ഒഴിവാക്കാണ്. ആരൊക്കെയാണ് ഒഴിവാക്കുന്നത്? ഫുഡിനെയും ഫ്യൂവലിനെയും ഒഴിവാക്കി എനിക്ക് കിട്ടുന്നതിനെയാണ് എന്തെന്ന് പേര് പറയാ? കോർ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഗവൺമെന്റ് കൂടുതലും ഫോക്കസ് ചെയ്യാം കോർ ഇൻഫ്ലേഷൻ ആയിരിക്കും. എന്തായിരിക്കും കാരണം? ഇപ്പൊ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എടുത്ത് ഗവൺമെന്റ് ഭയങ്കര പോളിസിയൊക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി, തേങ്ങ മാറ്റി, മാങ്ങ മാറ്റി, നാളെ ഒരു എന്താ പറയാ സബോള കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സബോളയുടെ പ്രൈസ് കറക്റ്റ് ആയില്ലേ? നമ്മൾ കുറച്ചും കൂടി കൂടുതൽ പെട്രോൾ ഇമ്പോർട്ട് ചെയ്തതിന് പെട്രോളിന്റെ ഡിമാൻഡ് കറക്റ്റ് ആയില്ലേ? ഇപ്പൊ ഫുഡ് ആൻഡ് ഫ്യൂവൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാ. അതിനുവേണ്ടി നമ്മൾ ഒരു ലോങ് ടൈം എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കഥയില്ല. ഇപ്പൊ ഫുഡ് ആൻഡ് ഫ്യൂവൽ ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് എപ്പോഴും നല്ലത്? ലോങ് ടൈം എക്കണോമിക് പോളിസി നല്ലത്. സോ RBI or MPC mostly focus on core inflation. ഇപ്പൊ കോർ ഇൻഫ്ലേഷനെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെ ഞാൻ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം? കോർ ഇൻഫ്ലേഷൻ ഈക്വൽ ടു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മൈനസ് ഫുഡ് ആൻഡ് ഫ്യൂവൽ. കോർ ഇൻഫ്ലേഷൻ ഈക്വൽ ടു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മൈനസ് ഫുഡ് ആൻഡ് ഫ്യൂവൽ. ഓക്കെ ആണോ? വീണ്ടും പറയുന്നത് എന്തിനാ രണ്ട് പാരാമീറ്റർ ആയിട്ട് കൊണ്ടുവരാനുള്ള കാരണം? ജനറൽ CPI എടുത്തു കഴിഞ്ഞാൽ ഫുഡും ഫ്യൂവൽസും ഉണ്ടായിരിക്കും, അതിന്റെ വാല്യൂ ഡെയിലി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഡെയിലി റിസർവ് ബാങ്കിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഇരുന്ന് പോളിസി റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഡെയിലി ഇരുന്ന് റിപ്പോ റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കല് നടക്കുമോ?
എല്ലാ ദിവസവും ബാങ്കിന് രാവിലെ ഒരാൾക്ക് ലോൺ കൊടുക്കുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണ് കൊടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ കാര്യം ശരിയാവോ? ഇല്ല. മോസ്റ്റ്ലി MPC മീറ്റ് ചെയ്യുക ഒരു 3 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ഇവർ മീറ്റ് ചെയ്യുക, ഒരു ക്വാർട്ടറിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഇവർ മീറ്റ് ചെയ്യുക. അപ്പൊ അത്രയും ഡ്യൂറേഷനിലാണ് ഇവർ ആകെ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഡെയിലി ഉണ്ടാകുന്ന ഫുഡ് ആൻഡ് പ്രൈസിന്റെ ചേഞ്ച് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കൊമോഡിറ്റീസ് അല്ലെങ്കിൽ സർവീസസിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹെഡ്ലൈനിന് പുറമെ ഏതൊരു ടൈം നമ്മളിവിടെ പഠിക്കുന്നത്, കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു വാട്ട് ഈസ് ദി റീസൺ ഫോർ ഡൈവേർജൻസ് ഇൻ CPI ആൻഡ് WPI. GDP deflator. വാട്ട് ഈസ് GDP deflator? അല്ലെങ്കിൽ കുറെ ആളുകൾ പറയുന്നുണ്ട് CPI ആൻഡ് WPI-നേക്കാളും കുറച്ചും കൂടി ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതിന്റെ ഒരു ബെറ്റർ ഇൻഡിക്കേറ്റർ ആണ് GDP deflator എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. GDP എന്ന് പറയുമ്പോൾ എന്താ? അതാദ്യം നിങ്ങൾ പറയും. WPI-യുടെ പ്രധാന വീക്ക് സൈഡ് എന്തായിരുന്നു? WPI-ല് ഗുഡ്സ് മാത്രമേ ഉള്ളൂ, സർവീസസ് ഇല്ലല്ലോ. അതല്ലേ WPI-യുടെ വീക്ക് പോയിന്റ്. CPI-യുടെ വീക്ക് പോയിന്റ് എന്താ? നമ്മള് കൺസ്യൂമർ മേടിക്കുന്ന, റീറ്റെയിൽ ലെവലിൽ മേടിക്കുന്ന സാധനങ്ങളും സർവീസസും മാത്രമാണ് CPI-ലുള്ളൂ. നമ്മളല്ലാതെ പ്രൊഡക്ഷൻ ഹൗസുകൾ കുറെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ, ടെക്സ്റ്റൈൽ മില്ല് ഓണർ ആ ടെക്സ്റ്റൈൽ മില്ല് റൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു മെഷീൻ വാങ്ങാണ്. അത് CPI-ൽ വരുമോ? ഇല്ല. കാരണം നമ്മൾ സാധാരണ ഇൻഡിവിജ്വൽ മേടിക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പൊ CPI എന്ന് പറഞ്ഞാലും നമ്മുടെ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സും സർവീസസും ഇൻക്ലൂഡഡ് ആയിരിക്കുമോ? പക്ഷെ GDP-യോ? GDP എന്ന് പറഞ്ഞാൽ എന്താ ബൈ ഡെഫിനിഷൻ? ഇന്ത്യയുടെ ജോഗ്രഫിക് ബൗണ്ടറിയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സും സർവീസസും GDP-യിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ GDP ഉപയോഗിച്ച് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്താലോ, ഇന്ത്യയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ഇൻഫ്ലേഷൻ GDP ഉപയോഗിച്ചുള്ള ഇൻഫ്ലേഷനിൽ ഉണ്ടാവും. കറക്റ്റ് ആണോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം പറയും. വൈ GDP deflator ഈസ് ബെറ്റർ ഇൻഡിക്കേറ്റർ ഫോർ ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ ദാൻ CPI ആൻഡ് WPI? എന്താ കാരണം? GDP deflator includes all the goods and services produced in the economy, while WPI contains only goods, CPI contains only certain goods and services. ഇത്രയും ക്ലിയർ ആണോ? എന്താണ് GDP deflator ഇക്വേഷന്റെ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP. എന്താ നോമിനൽ GDP? GDP അറ്റ് കറന്റ് പ്രൈസ്. ഏത് വർഷമാണോ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ മാർക്കറ്റ് പ്രൈസിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നോമിനൽ GDP എന്ന് പറയാ. എന്താണ് റിയൽ GDP എന്ന് പറയുന്നത്? GDP കാൽക്കുലേറ്റഡ് അറ്റ് ബേസ് ഇയർ. ബേസ് ഇയർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വർഷം എടുത്തിട്ടുണ്ട്. വീണ്ടും ഓർത്തിരിക്കുക, GDP-യുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 ഗവൺമെന്റ് അത് റിവൈസ് ചെയ്ത് 17-18 ആക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. ഇതുവരെ എടുത്തിട്ടില്ല. സോ അവർ GDP കാൽക്കുലേഷന്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും കഥ പറഞ്ഞു. റിസൾട്ട് എന്താണ്? പിന്നെ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ സംഭവിക്കുക? ഈ ഇൻഫ്ലേഷൻ അഡ്രസ് ചെയ്യാനുള്ളത് 2 ചാപ്റ്റർ ആയിട്ട് പഠിപ്പിക്കും കേട്ടോ. അപ്പൊ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇപ്പൊ ചോദിക്കരുത്. 2 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ഇൻഫ്ലേഷൻ എങ്ങനെ അഡ്രസ് ചെയ്യുക. ആരൊക്കെ ഇൻഫ്ലേഷൻ അഡ്രസ് ചെയ്യുന്നത്? ഒന്ന് ഗവൺമെന്റ്, വേറൊന്ന് റിസർവ് ബാങ്ക്. രണ്ടിന്റെ സെപ്പറേറ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും അവരെങ്ങനെയാണ് ഇൻഫ്ലേഷനെ അഡ്രസ് ചെയ്യുന്നതെന്ന്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് ഇൻഫ്ലേഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, റിയൽ ഇൻകം ഫോൾസ്. ഇറ്റ്സ് ലൈക്ക് എ സീക്രട്ട് ടാക്സ്. എന്താണ് റിയൽ ഇൻകം ഫോൾസ് എന്ന് പറയുന്നത്? നിങ്ങളൊരു സാധാരണക്കാരൻ, നിങ്ങൾക്ക് ഒരു 10,000 രൂപ വരുമാനം, ഓക്കെ അല്ലേ? 10,000 രൂപ വരുമാനം, ഇത്ര വിചാരിച്ചാൽ മതി. 10,000 പോട്ടെ, 100 രൂപ വരുമാനമുള്ള ഒരാള്. നിങ്ങളുടെ വീട്ടിലെ ആകെ ഒരു ചെലവ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വീറ്റ് മേടിക്കൽ മാത്രമാണ്. ഓക്കെ അല്ലേ? 100 രൂപയാണ് നിങ്ങളുടെ ആകെ വരുമാനം. നിങ്ങളുടെ ഒരേ ഒരു ആവശ്യം, വീട്ടില് വീറ്റ് വാങ്ങണം, ആ വീറ്റ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഓക്കെ അല്ലേ? ഒരു പർട്ടിക്കുലർ ഇയർ 2017 വീറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹20 per kg ആയിരുന്നു. ഓക്കെ ആണോ?
₹20 per kg ആയിരുന്നു. ആ വർഷം നിങ്ങൾക്ക് എത്ര കിലോഗ്രാം വീറ്റ് വാങ്ങാം? ഭക്ഷിക്കാൻ വേണ്ടി എത്ര മേടിക്കാം? 100 divided by 20 = 5 kilogram. 2028 ദൈവം സഹായിച്ച് നിങ്ങളുടെ സാലറി കൂടിയൊന്നുമില്ല കേട്ടോ. എത്ര തന്നെയാണ്? 100 രൂപ. സാലറി മാറ്റൊന്നുമില്ല, 100 രൂപ. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? 2018 കുറെ ഫ്ലഡ് ഒക്കെ ഇന്ത്യയിൽ വന്നു, അല്ലെങ്കിൽ കുറെ ഡ്രോട്ടൊക്കെ വന്നു. വീറ്റിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോ വീറ്റിന്റെ പൈസ കൂടി എത്രയായിട്ട് മാറി? സപ്ലൈ സൈഡ് ഫാക്ടർ കൊണ്ട് വീറ്റിന്റെ പൈസ കൂടി 25 കിലോഗ്രാം. നിങ്ങളുടെ ഇൻകം മാറിയിട്ടുണ്ടോ? 100. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ മേടിക്കാൻ പറ്റുന്ന വീറ്റ് എത്രയായിട്ട് മാറി? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇൻകത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ആ ഇൻകം വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സും സർവീസസിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, വിച്ച് ഈസ് കോൾഡ് റിയൽ ഇൻകം ഫോൾസ്. ശരിയല്ലേ? നമ്മുടെ വരുമാനം മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ ആ വരുമാനം വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ക്വാണ്ടിറ്റി കുറയാണ് ചെയ്യുന്നത് ഓവർ ദി പീരീഡ്. യഥാർത്ഥത്തിൽ നമ്മുടെ പൈസയുടെ വാല്യൂ കുറയാണ്. മണി വിത്തിൻ ആസ് റെഡ്യൂസസ്. നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ കുറയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നടക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. വാട്ട് ഹാപ്പൻസ് വെൻ ഇൻഫ്ലേഷൻ? യുവർ റിയൽ ഇൻകം ഫോൾസ്. ഓക്കെ ആണോ? സെക്കൻഡ് വൺ, ഇഫ് ഗുഡ്സ് ബിക്കം വെരി എക്സ്പെൻസീവ് എക്സ്പോർട്ട് വിൽ ഫോൾ. എക്സ്പോർട്ട് ഒരു രാജ്യം ചെയ്യുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ നിന്ന് ഒരു രാജ്യം വീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിലേക്ക് 20 കിലോഗ്രാം പെർ ടൺ ആണ്. 20 രൂപ പെർ കിലോഗ്രാം ആണെന്ന് വിചാരിക്കും. വേറൊരു രാജ്യം 15 രൂപ പെർ കിലോഗ്രാമിന് കൊടുത്തതിന് ആ രാജ്യം ഇന്ത്യയിൽ നിന്ന് മേടിക്കോ? ആ രാജ്യത്തിന്റെ മേടിക്കോ? നമുക്ക് ആരോടെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? അതിന്റെ നല്ല എക്സാമ്പിൾ ഞാൻ എക്കണോമി എന്ന് പറഞ്ഞുതരാം. റഷ്യ ഉക്രൈൻ വാർ നടന്നിരുന്ന സമയത്ത് റഷ്യക്ക് മുകളിൽ വെസ്റ്റേൺ കൺട്രീസ് ഇൻക്ലൂഡിങ് US ഒരു സാങ്ഷൻ ഏർപ്പെടുത്തി. എന്താണ്? ഒരു രാജ്യവും റഷ്യയിൽ നിന്ന് റഷ്യയുടെ പെട്രോള്, നാച്ചുറൽ ഗ്യാസ് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഇന്ത്യ എന്ത് ചെയ്തു എന്നറിയോ? ഈ റഷ്യ ഉക്രൈൻ വാറിന് മുന്നേ വരെ നമ്മുടെ പ്രധാനപ്പെട്ട ഫ്യൂവൽ ഇമ്പോർട്ട് നമ്മൾ നടത്തിയിരുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്നായിരുന്നു. അപ്പൊ റഷ്യ ഇന്ത്യനോട് പറഞ്ഞു, ബാക്കി രാജ്യങ്ങൾ തരുന്നതിനേക്കാൾ പൈസ കുറച്ച് ഞാൻ നിങ്ങൾക്ക് പെട്രോൾ തരാന്ന്. നമുക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ആവശ്യമല്ലേ നോക്കണ്ടേ? നമ്മൾ ആ സബ്സിഡൈസ്ഡ് പ്രൈസിൽ നിന്ന് കിട്ടിയ പെട്രോൾ വാങ്ങി. എന്ന് വെച്ചാ ഈ പറയുന്ന വാറിന് മുന്നേ റഷ്യയിൽ നിന്ന് എത്രയാണ് ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ 4-5 ടൈംസ് ഹയർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്താണ്? ഒരു കൊമോഡിറ്റിയുടെ പൈസ കുറവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യും ആ രാജ്യത്ത് നിന്ന്. അവര് പൈസ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യോ? ഇല്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ അത് നമ്മുടെ എന്തിനെ ബാധിക്കും? എക്സ്പോർട്ടിനെ ബാധിക്കും. ഓക്കെ ആണോ? നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യം വാങ്ങുമ്പോൾ ഭയങ്കര കാശാച്ചാ നമ്മളോട് സ്നേഹം തോന്നി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ മേടിക്കുമായിരിക്കും. ആത്മനിർഭർ ഭാരത്, നമ്മുടെ രാജ്യം നന്നാവട്ടെ എന്ന് വെച്ച് വേറെ രാജ്യങ്ങൾ വാങ്ങുമോ? ഇല്ല. സോ എക്സ്പോർട്ട് വിൽ അഫക്ട് വെനെവർ ദർ ഈസ് ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് വൺ, ഡെപ്റ്റർ വിൽ ഗെയിൻ, ക്രെഡിറ്റർ വിൽ സഫർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോ എന്താ ഉണ്ടാവാന്ന് നിങ്ങൾ പഠിച്ചേ? റിയൽ ഇൻകം ഫോൾ ചെയ്യും. ശരിയല്ല? റിയൽ ഇൻകം ഫോൾ ചെയ്യും. അവിടെ നിൽക്കട്ടെ. ഒരു എക്സാമ്പിൾ കേട്ടോ. IAS ഹബ്ബ്. എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി വന്നു. എൻ്റെ കയ്യിൽ കാശില്ല. അപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, IAS ഹബ്ബിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കടം മേടിച്ചു. എത്ര? 100 രൂപ പൈസ കടം മേടിച്ചു. ഏത് വർഷം? 2023 കടം മേടിച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പൊ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയപ്പോ 2024 ഞാനത് അവർക്ക് തിരിച്ചു കൊടുത്തു. വേണമെങ്കിൽ ഞാൻ 100 രൂപയായിട്ട് തന്നെ തിരിച്ചു കൊടുക്കും. വേണമെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് പേയ്മെന്റും കൂടി കൊടുക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ 2023 നിന്ന് 24 വരുമ്പോ ഇൻഫ്ലേഷൻ കൂടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? ഇൻഫ്ലേഷൻ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? ഒരു കാർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഒരു കാറിന്റെ വില 2023 100 രൂപയാണെന്ന് വിചാരിക്കുക. കാറിന്റെ വില എത്ര? 2023 കാറിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയായിരുന്നു.
2024 ആ സെയിം കാറിന്റെ വില 150 വിചാരിക്കുക. എന്തായിരിക്കും ഇതിന്റെ മീനിങ്? IAS ഹബിന് 2023 എനിക്ക് തന്ന 100 രൂപ വെച്ച് ഒരു കാർ വാങ്ങിക്കൂടെ? ആ സമയത്ത് 2024 ഞാൻ ആ 100 രൂപയും ഒരു ഇൻട്രസ്റ്റും കൊടുത്തു. എന്റെ മഹാമനസ്കത, ഞാൻ ഒരു 10 രൂപ അതിന് ഇൻട്രസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. 110. ആ 110 രൂപ വെച്ചിട്ട് അവർക്ക് 2024 ഒരു കാർ മേടിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇവിടെ ആർക്കാ ഗുണം ഉണ്ടായി? എനിക്ക്. ഞാൻ 100 രൂപ കടം മേടിച്ചപ്പോ ഞാനത് 110 രൂപ കൊടുത്തപ്പോഴും എനിക്ക് വലിയ സങ്കടമില്ല. മറിച്ച് ഞാൻ എന്താ ചെയ്ത 100 രൂപ? ഞാൻ വെറുതെ പറഞ്ഞതാ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന്. ഞാൻ എന്താ ചെയ്ത നോക്കി, ഈ 100 രൂപയും കൊണ്ട് ചെന്ന് ഞാൻ 2023 കാറ് വാങ്ങിയിട്ടു. ഓക്കെ ആണോ? എനിക്ക് 2023 100 രൂപയ്ക്ക് കാറ് കടം മേടിച്ച് ഞാൻ വാങ്ങി. എന്റെ കയ്യിൽ കാറുണ്ട്. 2024 ഞാൻ ആ 100 രൂപ IAS ഹബിന് കൊടുത്തപ്പോ പാവങ്ങള് കാറ് മേടിക്കാൻ വെച്ച കാശായിരുന്നു അല്ലേ? ഞാൻ ആ 100 രൂപ ഇപ്പൊ കൊടുത്തതിന് അവർക്ക് അതുകൊണ്ട് കാറ് മേടിക്കാൻ പറ്റുമോ? ആർക്കാ ഗുണമുണ്ടായി? എനിക്കാണ് IAS ഹബിനാണോ? ഞാൻ ആരാ? ഡെപ്റ്റർ. IAS ഹബ് ആരാ? ക്രെഡിറ്റർ. ഇനി വായിച്ചു നോക്കി. ഇൻഫ്ലേഷൻ ആരെയാണ് ഹെൽപ്പ് ചെയ്യുക? ഡെപ്റ്ററിന്. ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക? ക്രെഡിറ്ററിന്. ക്ലിയർ ആണോ? IAS ഹബിന് കാറ് മേടിക്കാനുണ്ടായിരുന്നു 100 രൂപ, ഞാൻ വാങ്ങി കയ്യിൽ വെച്ചു, ഞാൻ കാറ് വാങ്ങി. അടുത്ത വർഷം ഞാൻ ആ 100 രൂപയാണ് തിരിച്ചു കൊടുക്കണേ. ഇൻഫ്ലേഷൻ കാരണം കാറിന്റെ വില കൂടി അവർക്ക് വാങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് എക്സാമ്പിൾ. ക്ലിയർ അല്ല? നെക്സ്റ്റ് വൺ, ഇൻഇക്വാലിറ്റി, പുവർ, ഡിസ്പ്രപ്പോർഷണലി അഫക്റ്റഡ്. പൈസ കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരനല്ലേ? 100 രൂപ മാസ ശമ്പളം അല്ലെങ്കിൽ 10,000 മേടിക്കുന്നവനല്ലേ ഇൻഫ്ലേഷൻ പ്രശ്നം? അംബാനിക്ക് പ്രശ്നം ഉണ്ടോ മക്കളെ? ഇല്ല. പൈസ കുറവുള്ള സാധാരണ ആളുകളെയാണ് ഇൻഫ്ലേഷൻ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുക. റിച്ച് പീപ്പിൾസിന് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻഇക്വാലിറ്റി ഇൻ ദി എക്കണോമി. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, എക്കണോമി വിൽ സ്ലോ ഡൗൺ, ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി അഫക്റ്റഡ്, ഇൻക്രീസിങ് കോസ്റ്റ്. ഇൻഫ്ലേഷൻ ചെറിയ അളവിലാണെങ്കിൽ മാത്രമാണ് ദാറ്റ് വിൽ ലീഡ് ടു ഗ്രോത്ത്. ഇൻഫ്ലേഷൻ ഹയർ ആണെങ്കിലോ എക്കണോമിയിൽ സ്ലോ ഡൗൺ വരും, എൻ്റയർ എക്കണോമി അഫക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, റൈസസ് ദി കോസ്റ്റ് ഓഫ് ബോറോയിങ് ആസ് സെൻട്രൽ ബാങ്ക് ഇന്റർവീൻ. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ യൂഷ്വലി RBI ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇൻഫ്ലേഷൻ കൂടാന്ന് പറയുമ്പോൾ RBIയുടെ ധാരണയിൽ എന്താ? എക്കണോമിയിൽ കുറെ മണി സപ്ലൈ ഉണ്ട് എന്നാണ് വെപ്പ്. നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ഡിമാൻഡ് പുഷ് ഇൻഫ്ലേഷൻ, മോർ മണി ചേസസ് ഫ്യൂ ഗുഡ്സ് ഇൻഫ്ലേഷൻ. കറക്റ്റ് ആണോ? അപ്പോ ഇൻഫ്ലേഷൻ ഹൈ എന്ന് പറയുമ്പോൾ RBIയുടെ ധാരണ എന്താ? എക്കണോമിയിൽ കുറെ പൈസ ഉണ്ട്. എക്കണോമിയിലുള്ള പൈസ കുറയ്ക്കാൻ വേണ്ടി RBI എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? എല്ലാരും ലോൺ എടുക്കുന്നത് ഹൈ പ്രൈസിലാവും. അപ്പൊ സാധാരണ ആളുകൾ പണ്ടെടുക്കുന്ന അത്രയും ലോൺ എടുക്കുമോ? ഇനി ഇല്ല. അപ്പൊ എക്കണോമിയിൽ എന്ത് കുറയും? മണി സപ്ലൈ കുറയും. സോ ഇൻഫ്ലേഷൻ ഹയർ ആണെങ്കിൽ ഇറ്റ് വിൽ കോസസ് ദി ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ബൈ ദി സെൻട്രൽ ബാങ്ക്. ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ലോൺ എടുക്കുന്ന ബോറോയിങ്ങിന്റെ കോസ്റ്റ് എന്താവും? ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ സാധാരണക്കാരും അധികം ലോൺ എടുക്കില്ല, അതേപോലെ തന്നെ ബിസിനസ്സുകാരും അധികം ലോൺ എടുക്കില്ല. ബിസിനസ്സുകാർ ലോൺ എടുത്തില്ലെങ്കിലും സാധാരണക്കാർ ലോൺ എടുത്തില്ലെങ്കിലും അവിടെ എന്ത് നടക്കില്ല? ഇൻവെസ്റ്റ്മെന്റ് നടക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് നടന്നില്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. മൊത്തത്തിൽ പ്രശ്നമാണെന്ന് മനസ്സിലായി? ഓക്കെ അല്ലേ? ലാസ്റ്റ് വൺ, there is an argument that inflation will help employment. It is called the Philip curve. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഈ ഫിലിപ്പ് കർവ് എല്ലാ സമയത്തും പാലിക്കണം എന്ന് നിർബന്ധമില്ല. എക്സാമ്പിൾ സ്റ്റാഗ്ഫ്ലേഷൻ. ഓക്കെ.